ഒന്ന് കവർ ചെയ്തു. അപ്പൊ എന്തൊക്കെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞങ്ങളുടെ ഈ ഹോം സ്റ്റേന്റെ ടെറസിന്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ്. ടെറസിന്റെ മുകളിൽ വന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് സീ കാണാൻ കഴിയും. അവിടെ മീനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് ഇന്ന് കിട്ടിയിരിക്കണെന്ന്. 2 ദിവസമായിട്ട് ഞണ്ടും പിന്നെ അയില മീനും ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്താ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബോട്ട് വലിച്ചെടുക്കുന്നത് ട്രാക്ടർ ഉപയോഗിച്ചാണ്. ഇപ്പൊ ദൂരത്ത് നിന്ന് വേറൊരു ബോട്ടും കൂടിയും വരുന്നുണ്ട്. അതിൽ മീൻ ഉണ്ടാവണം. നോക്കാം. എന്തോ മീന് കിട്ടിയിട്ടുണ്ട്. അപ്പം അവര് മീനും കൊണ്ട് വരികയാണത്. അപ്പൊ നോക്കാം എന്താ കിട്ടിയത് എന്ന്. അതാ സർഫിങ് ചെയ്യണമെന്നൊക്കെ അറിയാൻ അർമാൻ. അല്ല, ആ ബോട്ട് തപ്പ അവരെത്തും ഇവിടെ. അതാ നെക്സ്റ്റ് വേവിൽ കണ്ട അവരിനെ ഇടുന്ന കണ്ട. അതാ സ്റ്റക്കായി. അതാ സൂപ്പറായി. കുറെ അയിലമീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്നെ മീന്? ഇത് കണവയാ? ഇന്ന് നിറയെ അയില മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്.
കുട്ടികൾക്ക് കുറച്ചുകൂടി കടലിൽ കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കളിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ സെൽവിയക്കയുടെ കടയിലേക്കാണ് പോയത്. ഇത് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു കുറച്ച് ദൂരം നടന്നു പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് സൈഡായിട്ടൊരു കട ഉണ്ട്. അപ്പോൾ ആ കടയിൽ ഇപ്പോൾ പിടിച്ച മീൻ ഞണ്ടൊക്കെ അവർ ഫ്രഷായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ ഞണ്ട് ഒരു പ്ലേറ്റ്, അതുപോലെ തന്നെ അയിലമീൻ ഒരു പ്ലേറ്റ് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിച്ച അയിലമീൻ പോലെ അല്ല, നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി മിഠായി പോലത്തെ ഒരു ടെക്സ്ചറാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രഷായിട്ട് പിടിച്ച് ഉണ്ടാക്കിയ കാരണമായിരിക്കും. നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു ആ അയിലമീൻ കഴിക്കാൻ. അത് മാത്രമല്ല അവരുടെ മസാല നല്ല ടേസ്റ്റായിട്ട്. അത് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയത് സൺഡേ ബസാറിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് സെൽവിയമ്മയുടെ ഞണ്ട് ഫ്രൈയും അതുപോലെ തന്നെ അയിലമീൻ ഫ്രൈയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ക്രാബ് ഫ്രൈ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നോക്കാം അവരെങ്ങനെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ മസാല ഇട്ട് കഴിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്. സുട സുട சுட சுட அயிலமீன் ஃப்ரை. இது வந்து உள்ள வந்து ரெண்டு ஆஃப் கத்தியா? அது எப்படி 4 பேர் சேரா மொத்த பேர் சேரா? கத்தியா அப்படிட்டா? சரிடா. ഇവിടെ ഫ്രഷ് ആയിട്ട് ക്രാബ് മറ്റേ അയിലമീൻ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് തരും. கிராப் எங்க இனிமேல் தான் ரெடி பண்ணணுமா? ரெடியா போட்டு அப்பப்பதான் ரெடி பண்ணி கொடுங்க. ரெடி பண்ணி வச்சு. ஓ சரி சரி. ரெடி ചെയ്ത ടേസ്റ്റ് പോകും. അപ്പൊ അപ്പപ്പോ റെഡി ചെയ്യണം എന്നാ പറയുന്നത്. ഊർല സുത്തി പാച്ചാ. ഓ ക്രാബ് ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. நான் ஏற்கனவே இல்ல 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 நம்மளுக்கு செய்யறோம். உங்க பேரு? செல்வி. செல்வி அம்மா. செல்வி அம்மா. ஹோட்டல் ಹೆಸರು ಅದೇ. ಹೋಟೆಲ್ ನೇಮ್ ಸೆಲ್ವಿ ಅಮ್ಮ. ಸೆಲ್ವಿ ಅಮ್ಮ. ಥ್ಯಾಂಕ್ ಯು ಅಮ್ಮ. நீங்க எந்த ஊரு? நான் இந்த ஊரு பெங்களூர். பெங்களூர் கஸ்டமர் தான் நிறைய. இல்ல அவங்க எல்லாம் இந்த பேஸ்ட் இவங்க கேரளா. நீங்க கேரளா தான்? கேரளா. கேரளா ஆனா பெங்களூர் செட்டில். ஆமா செட்டில். நிறைய பேர் கேரளா இருக்கிறவங்க பெங்களூர் தான் நிறைய வருவாங்க நம்ம போயிட்டு சாப்பிட. இன்னைக்கு வந்ததா நண்டு? இப்போ வந்தது. 10 ரூபா அதிகமா வாங்கலாம். நல்லா செஞ்சு கொடுக்கணும், அப்பதான் டேஸ்ட் தெரியும். அதான் எல்லா கடையிலும் டீ 10 ரூபா 5 ரூபா வைப்பாங்க. நான் 12 ரூபா போய் எல்லா மசாலா போட்டு இருப்பேன். டேஸ்டா இருந்தது இல்லை. காசு முக்கியம் இல்லை. 10 ரூபா கேட்டா நீங்களே கொடுப்பீங்க. நல்லா செஞ்சு கொடுத்துட்டு கேட்கணும். அதான் பிளேட்டு கூட இல்லை. அந்த இலை ரயான் இஸ் வெயிட்டிங் ஃபார் நண்டு ஃப்ரை. 5 இட்லி. பெப்பர் லாஸ்ட் போடணுமா? லாஸ்ட்ல இறக்குறப்ப போடணும். செல்வி அம்மா கிராப் ஃப்ரை ரெடி. பிஸி பிஸி. പിന്നെ നമുക്കിത് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് അയിലമീൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പോണ്ടിച്ചേരി വന്ന ഈ സെൽവിയക്കാന്റെ കടയിൽ വന്നോളൂ. സൂപ്പർ ആയിട്ടുണ്ട് ടേസ്റ്റ്. അപ്പൊ ഇതാണ് പോണ്ടി ബസാർ. അതായത് സൺഡേയിൽ മാത്രമേ ഇവര് ഈ മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. 2 സ്ട്രീറ്റ് നിറയെ
ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. നല്ല ചീപ്പായിട്ടുള്ള വിലയ്ക്കാണ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം എത്ര ഉണ്ട് പ്രൈസ് എന്നൊക്കെ. രണ്ട് സൈഡ് ഇതുപോലെ അവര് കടകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതും സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ കുറേ കടകളിൽ കയറി നോക്കി. പക്ഷേ കാര്യമായിട്ടൊന്നും അവർ ഡിസ്കൗണ്ട് തരുന്നില്ല. ചപ്പലിന് മാത്രമേ അവർ ഡിസ്കൗണ്ട് തരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന അതേ പ്രൈസിൽ തന്നെയാണ് അവരും തന്നത്. എനിക്ക് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല കേട്ടോ ഈ സൺഡേ ബസാറിൽ. പിന്നെ ഞങ്ങൾ വേഗം അവിടുന്ന്, കാരണം ഭയങ്കര തിരക്ക്, നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ, ഒരുപാടൊന്നല്ല, കുറച്ച് ചപ്പലും കുറച്ച് സാധനങ്ങളും വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പാരഡൈസ് ബീച്ചിലേക്കാണ് പോയത്. ഇപ്പോൾ ഞങ്ങൾ പാരഡൈസ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ബോട്ടിംഗ് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബോട്ടിലാണ് ഇവർ നമ്മളെ ആ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. ടിക്കറ്റ് എടുത്ത് ഇതിനകത്തേക്ക് വന്നു. ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒരു വലിയ ക്യൂ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് പാരഡൈസ് ബീച്ചിലേക്ക് പോകാൻ. ഞങ്ങൾ ബോട്ടിൽ എൻജോയ് ആവാൻ പോവാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലേ? Wow, they're swimming also. I was swimming today. അപ്പോൾ ബോട്ടിൽ കൂടെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഒരു കടൽ കാണുന്നത് കണ്ടോ, അതാണ് പാരഡൈസ് ബീച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. സോ എക്സൈറ്റഡ് ആണ്. ബീച്ചിലെത്തി, ഇങ്ങനെ വാക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. അമേസിങ് ബീച്ചാണ് കേട്ടോ. ഇത് ആരും മിസ് ചെയ്യരുത്. നമ്മൾ ഈ ബോട്ടിൽ നിന്ന് വന്ന് ഇതാണ് ബീച്ച്. ഫുൾ മണലുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണൽ. ATV റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റയാനാണ് ഓട്ടിക്കുന്നത്. ഓ വെരി ഗുഡ്.
ഓട്ടിയത്. വരുമ്പോ അർമാനാണ് ഇപ്പൊ വണ്ടി ഓട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം അവൻ എങ്ങനെ ഓട്ടുന്നെന്ന്. ഹലോ. ഞങ്ങളൊരു 6:30 മണി വരെ ഈ ബീച്ചിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ വൈറ്റ് ടൗണിലേക്കാണ് പോയത്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാരഡൈസ് ബീച്ചെല്ലാം കറങ്ങി ബോട്ടിലൂടെ വന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് വൈറ്റ് ടൗണിലേക്കാണ്. അപ്പോൾ വൈറ്റ് ടൗണിൻ്റെ അകത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഡിന്നർ കഴിഞ്ഞ് നേരെ നമുക്ക് ഹോം സ്റ്റേയിലേക്ക് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കിനി വൈറ്റ് ടൗണിലേക്ക് പോവാം. വൈറ്റ് ടൗണിൻ്റെ അകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഒരു വലിയൊരു അമ്പലമാണ്. ശ്രീ മനക്കുള വിനായകർ ദേവസ്ഥാനം എന്നാണ് പേര്. ഇത് ഹിന്ദുസിനൊക്കെ വന്നാൽ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. വലിയൊരു അമ്പലമാണ്. ഗണപതിൻ്റെ അമ്പലമാണ്. റയാനെന്ത് ഐസ് ടീ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ഐസ് ടീ കുടിച്ചിട്ടേ റോക്ക് ബീച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റയാൻ. അപ്പോൾ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡിന്നർ കഴിക്കുമ്പോഴേ സീൻ്റെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ ദൂരത്തിലുള്ള കാഴ്ചയൊക്കെ കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലൊരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ നല്ല ഗാർഡനൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇനി ഈ ഡിന്നർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയി റെസ്റ്റ് ചെയ്യണം. നാളെ കാലത്ത് ഞങ്ങൾക്ക് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരിയിൽ നമ്മളൊരു 4 ഡേയ്സും 3 നൈറ്റ്സും തങ്ങി. കുട്ടികളെല്ലാം നല്ലപോലെ അടിച്ചു പൊളിച്ചിരുന്നു. നല്ലൊരു വെക്കേഷൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം താല്പര്യമുള്ളവർ വരിക, എൻജോയ് ചെയ്യുക. അങ്ങനെ പിന്നെ ഞാൻ ഈ വീഡിയോസിൻ്റെ എല്ലാ ക്ലിപ്പിങ്സും ഫോട്ടോസും എല്ലാം ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതിലും സെയിം അറേസ് വേൾഡ് ബൈ സെലിൻ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.